സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പെൻഡക്കോസ്റ്റ് പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ് ഇത് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കയറുകയാണ്. എന്തിനാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്? അതൊരു ചോദ്യം എല്ലാവർക്കും വരത്തില്ല, നമ്മുടെ മനസ്സിലൊക്കെ വരും. എന്തിനാണ് പരിശുദ്ധാത്മാവിന്? നമ്മൾ ഓർക്കണം, ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ട്, നല്ല വില കൂടിയ ഒരു മെഷീനാണ്, പക്ഷെ അതിനകത്ത് ഓയിൽ ഒഴിക്കേണ്ട സമയത്ത് ഒഴിച്ചില്ല എങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. സിമ്പിൾ എക്സാമ്പിൾ അതാണ്. നമ്മൾ കാറിനൊക്കെ പണ്ട് ഓയിൽ ഒത്തിരി ഒഴിക്കുമായിരുന്നു. ഓയിൽ ഒഴിച്ചില്ല എങ്കിൽ മോട്ടോർ സൈക്കിളിന് ഓയിൽ ചേർത്ത് ഡീസൽ ഒഴിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കും. പെട്രോളിനകത്ത് ഓയിലും കൂടെ ചേർത്ത്. ഓയിലില്ല എങ്കിൽ പല മെഷീൻസും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടത്. ഇപ്പം ടെക്നോളജി മാറുന്നുണ്ട്. എന്താണെങ്കിലും പരിശുദ്ധാത്മാവിന് ഓയിലിനെ കുറിച്ച്, അതായത് അഭിഷേക തൈലമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തിനായി അഭിഷേക തൈലം? ഈ കൂർത്തും മൂർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പം നമ്മളെല്ലാം മറന്ന് സ്നേഹിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്. ക്രിസ്തു പറഞ്ഞു ഭൂമിയിൽ ഇപ്പം വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. അപ്പോൾ സർവ്വവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവ് ഞാനിപ്പോൾ പറയുമ്പം ഇത് കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഭാരമുണ്ടെങ്കിൽ ആ ഭാരമുള്ള സ്ഥലത്തും പരിശുദ്ധാത്മാവ് ചെന്ന് പ്രവർത്തിക്കും. നമ്മുടെ മക്കളിപ്പോൾ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലാണ്, അല്ലെങ്കിൽ സൗദിയിലാണ്, എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവിടെയാണ് അവർക്ക് പ്രയാസമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ആ സമയത്ത് തന്നെ അപ്പുറത്ത് പ്രവർത്തിക്കും. അഭിഷേക തൈലം പോലെ നമ്മൾ ഒഴുകുകയാണ്. ഇത് അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ ഏത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെഷീനും പെട്ടെന്ന് സോഫ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ഒരു ഗുണം പരിശുദ്ധാത്മാവിന്. പല ഗുണങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാൻ തന്നെയാണെന്നും ദൈവത്തെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്നും ദൈവത്തെ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നത് പോലും പരിശുദ്ധാത്മാവ്. അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ പോലും പരിശുദ്ധാത്മാവാണ് മുൻപിൽ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ യേശുവിനെ ആരും കാണുന്നില്ല. പിന്നെ പലരും ചോദിക്കും, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ എടുത്തപ്പോൾ നമ്മൾ വേദപുസ്തകം വായിക്കുന്നുണ്ട്, പിന്നെ നന്മ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, കുടുംബം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എന്നാൽ എനിക്കൊരു സംശയം, നമ്മൾ പരിശുദ്ധാത്മാവിലാണോ ഞങ്ങൾ നടക്കുന്നത്? അപ്പം ഉത്തരം വേറൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഒരിക്കലും നമുക്ക് ശരിയായിട്ട് കുടുംബം നടത്താനോ നന്മ ചെയ്യാനോ ദൈവത്തിൻ്റെ വചനം വായിക്കാനോ ഒക്കത്തില്ല. ദൈവവചനം വായിക്കണമെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനം. പിന്നെ എത്രമാത്രം അത് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ തീഷ്ണത അനുസരിച്ച്. നമ്മൾ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ തയ്യാർ. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ വേണമെന്നും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നും ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചാലേ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഇല്ലാതെ എങ്ങനെ പോകാൻ നോക്കും? കർത്താവിന് നിർബന്ധമാണ് നമ്മൾ ആത്മാവിനെ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കൽ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അപ്പം ദൈവത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് വസിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടിയാണ്. പുതുസൃഷ്ടിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ 3-ാം ഭാഗമാകുന്ന, അല്ലെങ്കിൽ 3-ാം വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ കുറേ നാളത്തെ കൃപായുഗത്തിൽ കുറേ നാളത്തേക്ക് ഭൂമിയിൽ അയച്ചു തന്നിരിക്കുന്നത് വേണ്ടിയവർക്കെല്ലാം ദൈവത്തിലാകാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ദിവസത്തിൽ യേശു പറയുന്നുണ്ട്, പിന്നെ ഏത് പാപവും ദൈവം ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയുന്നത് ദൈവം ക്ഷമിക്കത്തില്ല. മറ്റു വലിയ പാപങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലും ദൈവം ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുതേ. കർത്താവേ, നിൻ്റെ കൊടക്കീഴിൽ നിൻ്റെ ശാശ്വതമായ ഭുജത്തിനകത്ത് ഞങ്ങളെ പൊതിയണം. അപ്പോൾ എന്താണ് ഈ അഭിഷേകത്തിൻ്റെ ഗുണം? അഭിഷേകത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് 133-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹ്റോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോനിയ മഞ്ഞു പോലെയാകുന്നു. അവിടെയല്ലോ യഹോവ തൻ്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ശാശ്വതമായ ജീവനെ പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. അതിന് അഭിഷേകം വേണം.
അഭിഷേകമുള്ളിടത്ത് സ്നേഹമുണ്ട്. അഭിഷേകത്തിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ടല്ലേ. എത്രയും 133 ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന സങ്കീർത്തനം. എന്താണ്? ദാവീദിൻ്റെ ആരോഹണ ഗീതം. ആരോഹണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഉയർത്തുകയാണ്. എഴുന്നേൽക്കുക, അവിടെ നിന്ന് എഴുന്നേൽക്കുക, ഇരിക്കാതെ. കർത്താവ് കൂടെ ഉണ്ടെന്നേ. ഏത് ഭാരത്തിൽ അവൻ മതിയായവനാണ്, അവൻ ചെയ്യുമെന്ന്. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യും. അവൻ്റെ കയ്യിലാണ് വിഷയം. തക്ക സമയത്ത് അവൻ ചെയ്തെടുക്കും. അവനൊരു സമയമുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റിംഗ്, അതായത് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. കാത്തിരിക്കുന്നതിന് വലിയ ശക്തിയാണ്. എല്ലാവർക്കും കാത്തിരിക്കാനൊക്കത്തില്ല. കാത്തിരിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. അതിന് എക്സാമ്പിൾ എന്തുവാ? മാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ വന്ന് ചോദിച്ചു, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, ദൈവത്തിന് പ്രീതി തോന്നി, നിനക്ക് കൃപ, നിനക്ക് ഉദരത്തിലൊരു ശിശു ഉണ്ടാകും, അവന് യേശു എന്ന് പേര്. ഉടനെ ഉണ്ടായോ? കാത്തിരിപ്പ്. 9 മാസം കഴിഞ്ഞപ്പോൾ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നു, ദൈവപുത്രനായിട്ട് ഇറങ്ങി വന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, അതായത് ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമുക്കത് മനസ്സിലാക്കാൻ പാടാണ്. കർത്താവ് എത്ര വലിയവനാണ്. ഈ അഭിഷേകമൊന്നും ചെറുതായിട്ട് നമ്മൾ എടുക്കരുത്. അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടാണ് എഴുതിയിരിക്കുന്നത്. ആരോഹണ ഗീതം 133 വായിക്കുന്നത്. നമ്മുടെ മക്കളുടെ മേലേക്ക്, ഭർത്താക്കന്മാർ, നമ്മളിലേക്ക് ഞാനിപ്പോൾ അയക്കുക. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോനിയ മഞ്ഞു പോലെയാണ്. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിൽ നിന്ന് ഹർമോനിയ മഞ്ഞു പൊഴിയാണ്. നമ്മൾ കാണുന്നുണ്ടോ ദൈവത്തിൻ്റെ മഞ്ഞ് പൊഴിയുന്നത്? ദൈവം ഈ മഞ്ഞ്, നമ്മൾ ഈ ഇംഗ്ലണ്ടിലൊക്കെ പോകുക, അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകാമെങ്കിൽ നമ്മൾ കാണുന്ന പോലെയല്ല മഞ്ഞ് വീഴുന്നത്. മഞ്ഞെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് പഞ്ഞ് വന്ന് നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നതല്ല. ഒരിക്കലും അത് ഹേർട്ട് ചെയ്യൂല. അതൊരു കുളിർമയാണ് ആദ്യത്തെ ദിവസം, ഫസ്റ്റ് ഡേയിൽ. പക്ഷെ 2ാം ദിവസം ആകുമ്പോൾ ഈ മഞ്ഞാണ് പിന്നെ കല്ല് പോലെ കേട്ടോ. അത് നടന്ന എപ്പോൾ ആര് നടന്നാലും വീഴും. ഇംഗ്ലണ്ടിൽ വെച്ചൊക്കെ ഐ റിമെമ്പർ, ഇംഗ്ലണ്ടിൽ വെച്ചൊക്കെ എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്നതിന് സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വരും. പക്ഷേ സ്റ്റെപ്സിൻ്റെ അവിടെ ഐസ് കിടപ്പുണ്ട്. അത് ഇന്നലത്തെ ഐസ് ഇന്ന് നല്ല കട്ടിയായിട്ടുണ്ട്. അതിൽ വീണു. എപ്പോൾ വീണാലും നമ്മൾ എത്ര സ്നേഹമുള്ളൊരു വീണാലും നമ്മൾ ചിരിക്കും. കാരണം ആ വീഴ്ച കണ്ടാൽ ചിരിച്ചു പോകും. അത് ചിരിച്ചെന്നും പറഞ്ഞ ആ പുള്ളിയുടെ ആ മകള് ചിരിച്ചെന്നും പറഞ്ഞ് 1 മാസത്തേക്ക് അപ്പൻ മിണ്ടാതിരുന്ന് ഞാൻ എനിക്കറിയാം. ഈ ഐസിൻ്റെ സ്നോയുടെ പുറത്ത്, ഐസിൻ്റെ പുറത്ത് ആരും നടന്നാലും വീഴും. എന്നാൽ മഞ്ഞിനൊരു വ്യത്യാസം, അത് പഞ്ഞി പോലെ, അതിലാരും വീഴൂല. അതിൽ വീണാൽ ഒന്നും പറ്റത്തുമില്ല. അതുകൊണ്ടാണ് മഞ്ഞിനോട് സാദൃശ്യമായിട്ട് അഭിഷേകത്തെ പറയുന്നത്. അഭിഷേകമുള്ളിടത്ത് വഴക്കില്ലെന്ന്, അഭിഷേകമുള്ളിടത്ത് ഒരുമയുണ്ട്, അഭിഷേകമുള്ളിടത്ത് സ്നേഹമുണ്ട്, ഐക്യതയുണ്ട്. അതൊക്കെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതാണ് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയും ആകുന്ന എന്താ? അഭിഷേകം. അതാണ് അഭിഷേകം. അവനിലല്ലോ, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചത്. അതെങ്ങനെയാണ്? ഈ അഭിഷേകം പുരോഹിതൻ്റെ വസ്ത്രത്തിൽ കൂടെ വീഴുന്നത്. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോൻ്റെ താടിയിൽ, അഹറോനാണ് അന്നത്തെ മഹാപുരോഹിതനായിട്ട് വെച്ചിരുന്നത്, താടിയിലേക്ക് ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെ. അഹറോൻ്റെ താടിയിൽ നിന്ന് ഒഴുകുന്ന തൈലം ഇന്ന് വീണുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണണം. ക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാണ്. പഴയ നിയമം തീരുമ്പം ക്രിസ്തുവാണ് മഹാപുരോഹിതനായിട്ട് നിൽക്കുന്നത്, മൽക്കീസേദെക്കിൻ്റെ ക്രമം. എന്നാൽ 1 പത്രോസിലെ 2-ലാകുമ്പോഴത്തേക്ക് 2:9 പറഞ്ഞു, നിങ്ങളോ, പിന്നെ എല്ലാവർക്കുമാണ്, നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജനവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനം, രാജാവും പുരോഹിതനും. അതൊക്കെ ഇതിനൊക്കെ ആത്മാവിൻ്റെ ഒരു തീക്ഷ്ണമായ ഇതാണ്. ഞാൻ 1 പത്രോസ് 2:9 നമ്മുടെ പള്ളികളിലൊക്കെ ആചാര്യത്വം മോശയിൽ തുടങ്ങി അഹറോനിൽ നിന്ന് മോശയിൽ നിന്ന് പിന്നെ യോഹന്നാനിൽ നിന്ന് യേശുക്രിസ്തുവിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് നാനാജാതികൾക്കും ദൈവത്തിൻ്റെ അഭിഷേകം കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക്. ഇതൊക്കെ കർത്താവിനോട് അടുത്തിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ.
എല്ലാവർക്കും എടുക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും തുറന്നു വെച്ചിരിക്കുക. പക്ഷെ എല്ലാവരും എടുക്കുന്നുണ്ടോ എന്നുള്ളതിന് അതിന് പ്രത്യേകമായ കൃപയോ വരമോ തീഷ്ണതയോ അല്ലെങ്കിൽ വിളിയോ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ വിളി ആർക്കാ ഉള്ളതെന്ന് നമുക്ക് വിധിക്കാനൊക്കത്തില്ല. വലിയ പഠിത്തമില്ലാത്ത ചിലർക്ക് നല്ലവണ്ണം ആത്മാവിൻ്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒത്തിരി പഠിത്തമുള്ളൊരു മണിക്കൂറുകൾ പോലും പ്രസംഗിക്കുക, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാത്തതും കണ്ടിട്ടുണ്ട്. രണ്ടും കണ്ടിട്ടുണ്ട്. അപ്പം കർത്താവിൻ്റെ അഭിഷേക തൈലം, അത് അഹ്റോൻ്റെ താടിയിൽ കൂടെ ഒഴുകുന്ന അഭിഷേക തൈലം, അവൻ്റെ വസ്ത്രത്തിൻ്റെ താടിയിൽ കൂടെ ഒഴുകി വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ കൂടെ നമ്മുടെ ദേഹത്തോട്ട്, അത് സിയോൻ പർവ്വതത്തിൽ ഹെർമോന്യ മഞ്ഞ് പോലെയാണ്. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ കലവറ. അതാണ് അഭിഷേകത്തിൻ്റെ പ്രയോജനം. നമ്മൾ അഭിഷേകം ഇല്ലാത്തവരാന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് അഭിഷേകമുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് തുറന്നു വെച്ചിരിക്കുക. അതാ പറഞ്ഞ ആ വാക്യം തന്നെ, നിങ്ങളോ 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം. വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ വിളിച്ചു പറയുക. നമ്മുടെ അല്ല. നമ്മുടെ എന്ത് വിളിച്ചു പറയാനാണ്? മനുഷ്യൻ ആരും പെർഫെക്റ്റ് അല്ല. കേൾക്കണം, മനുഷ്യനെല്ലാം പാപസ്വഭാവമുണ്ട്. പക്ഷെ അഭിഷേകം വരുമ്പം സ്ഥാനമാറ്റം വരികയാണ്. കർത്താവ് നമ്മളെ കാണുന്ന വ്യത്യാസം. നമ്മളെ പൗരോഹിത്യ പദവിയിലോട്ട് കയറ്റുകയാണ്. പുരോഹിതനും രാജാവുമാക്കിയെന്ന് അവിടെ പറയുന്നത്. വാക്യം വളരെ പ്രധാനമാണ്. സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം. തിരഞ്ഞെടുത്ത ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, രാജാവും പുരോഹിത വർഗവുമായിട്ട് വിശുദ്ധ വംശം, സ്വന്തം ജനം. ഇത്രയൊക്കെ ആക്കി വെക്കുന്നത് ഈ അഭിഷേകം വരുമ്പോഴാണ്. അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇതിനാണ്. ചുമ്മാ നമ്മൾ പോയി ഒരു ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വന്നാൽ നമുക്ക് ഉൾക്കൊള്ളുന്നില്ല, പിന്നെ വെറുതെ സമയം കളയല്ലേ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചോ. നമുക്കിപ്പം കരുണ ലഭിച്ചെന്നേ. അപ്പോൾ കൊയ്ത്തിൻ്റെ ആദ്യ കൊയ്ത്തായിട്ട് ആദ്യ കറ്റ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ പുറകെ നമ്മളെല്ലാം ആദ്യ കറ്റ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബാക്കി വിളവ് മുഴുവനും അനുഗ്രഹമാകാനല്ലേ. അല്ല നമ്മൾ കൊടുക്കുമോ? നമ്മൾ കൊടുക്കത്തില്ല. ആദ്യ കറ്റ യേശുവാണ്. അവൻ നമുക്ക് വേണ്ടി ആദിയാഗമായിട്ട് ചെന്ന് കഴിഞ്ഞു. ഇനിയും ബാക്കി പുറകിലുള്ള നമുക്ക് ആ ക്രിസ്തുവിൻ്റെ തണലിലിരുന്ന് കുടുംബമായിട്ട് അഭിഷേകത്തിൻ്റെ നിറവിൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാണ് നമ്മുടെ ഈ പെന്തക്കോസ്തിൻ്റെ ആവശ്യം. പല ആവശ്യങ്ങളും, ഇത് വൺ ഓഫ് ദ മെയിൻ തിങ്. ഇതാണിപ്പോൾ ദൈവം പറയിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാഥ, അഭിഷേക തൈലം എടുക്കട്ടെ അപ്പച്ച. എവിടെയെല്ലാം പഴയ നിയമത്തിലെ രാജാക്കന്മാരെ പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്തത്, അന്നത്തെ പ്രവാചകന്മാർ അഭിഷേക തൈലവും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അവർ കൊണ്ടുപോയി തൈലം ഒഴിക്കും. ദാവീദിനെ രാജാവാക്കിയത് 13-ാം വയസ്സിൽ വിളിച്ചു മാറ്റി അഭിഷേക തൈലം ഒഴിച്ചതാണ്. പിന്നെ എത്രയോ വർഷം ഓട്ടമാണ്. 30-ാം വയസ്സിലാണ് രാജാവായി മാറിയത്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചു മാറ്റി ദൈവത്തിൻ്റെ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ ദൈവമേ, അവരുടെ മേലൊരു വിളിയുണ്ട്, അവരുടെ മേലൊരു ഹയർ കോൾ ഉണ്ട്. അതാരെയാണ് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നതെന്ന് അവനവൻ അറിയണം കർത്താവേ. എന്നാൽ ദൈവത്തിൻ്റെ തൈലം, അഭിഷേക തൈലം നമ്മുടെ മേൽ വീഴുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവമേ, അഗ്നിനാവ് പോലെ, പിളർന്ന അഗ്നിനാവ് പോലെ അന്ന് പെന്തക്കോസ്ത് ദിവസത്തിൽ നടന്നതുപോലെ കർത്താവെ, ഞങ്ങളുടെ മേൽ അഗ്നിജ്വാല ഇറങ്ങി വന്ന് പിളർന്ന നാവോട് കയറി വന്ന് കർത്താവെ, അന്ന് പിളർപ്പിൻ്റേതായിട്ടുള്ള ബാബേൽ ടവറിൽ വെച്ച് മനുഷ്യന് ഐക്യത നഷ്ടപ്പെട്ടത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തി വന്നപ്പം ഐക്യതയും സ്നേഹവും ഏക മനസ്സ് വിട്ടു തന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതാണ് വിജയത്തിൻ്റെ കരുതൽ. അത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആദ്യം ഇട്ടു തരണം. ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും മക്കളെ കൊച്ചുമക്കളെ, ഇവരിലൊക്കെ ഒരു യോജിപ്പിൻ്റെ ആത്മാവ് അതില്ല പല കുടുംബങ്ങളിലും. അത് ചോദിക്കുകയാണ്. ചോദിച്ചാൽ തരാമെന്ന് നീ പറഞ്ഞല്ലോ. ന്യായമായ എന്ത് കാര്യം ചോദിച്ചാലും നിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് 1 യോഹന്നാൻ 5:14 പറയുന്നു. അതുകൊണ്ട് ഞങ്ങളത് ചോദിക്കുകയാണ്. ഐക്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേലിട്ട് തരണം. അത് ഞങ്ങൾക്ക് തന്നെയല്ല, ഇത് കേൾക്കുന്ന ഓരോ കുടുംബത്തിലും അവരുടെ ഭർത്താക്കന്മാരുടെ മേൽ, ഭാര്യമാരുടെ മേൽ, മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് നിറയണം കർത്താവേ. ഈ അഭിഷേകം പരിശുദ്ധാത്മാവില്ലാതെ ഒന്നിനെ ഇറങ്ങാൻ ഞങ്ങളുടെ മക്കളെ വിടരുത്, ഞങ്ങളെയും വിടരുത്. എന്നോട് ഈ ആലോചന ചോദിച്ച് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തി ആത്മാവിൻ്റെ ശക്തിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അതായത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകട്ടെ അപ്പച്ച. മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കണം നിറഞ്ഞ തുളുമ്പട്ടെ അപ്പച്ച.
കർത്താവേ, നന്മയും കരുണയും ഞങ്ങൾ നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പഠിപ്പിക്കുക. യഹോവയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യഹോവയുടെ ആത്മാവിനെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ നിറച്ചതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.